എടപ്പാൾ നടുവട്ടത്ത് ബിജെപി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ SSLC +2 വിജയിച്ച കുട്ടികൾക്കുള്ള അനുമോദന സദസ്സും പരിസ്ഥിതി പ്രവർത്തകൻ മനോഹരൻ, ചിത്രകലാകാരൻ അരുൺ അരവിന്ദ് എന്നിവരെ ആദരിക്കൽ ചടങ്ങും നടന്നു. മനോജ് കുട്ടത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സുജിത് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് ദീപാ പുഴയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ഒരു അംഗീകാരം അത് വളരെയധികം എന്താ പറയുക, അത്രയും മനസ്സിൽ ഉൾക്കൊണ്ടിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് പ്രയത്നിച്ചിട്ട് കിട്ടുന്നതിന് 100% സത്യമാണത്. നമ്മൾ ഈ ഫുൾ A+ എന്നൊക്കെ പറയുമ്പോൾ ഗ്രേഡ് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളിൽ കൂട്ടത്തിൽ ആർക്കാണ് മാർക്ക് കുറവ് എന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അതാണ്. മുൻപ് ഞാനൊക്കെ പഠിച്ച കാലത്ത് മാർക്കായിരുന്നു, ഇത്ര മാർക്ക്, അതൊരു മാർക്കായാലും അര മാർക്കായാലും മാർക്കിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റും. ഇപ്പം അതല്ല. A+ എന്ന് പറയുമ്പോൾ നല്ല 99.50% മാർക്ക് കിട്ടിയ കുട്ടിയും ഒരുപക്ഷെ 90% മാർക്ക് കിട്ടിയ കുട്ടിയും A+ ഗ്രേഡിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊരു വിഷമമില്ലാത്ത രീതിയിൽ എല്ലാവർക്കും A+ എന്നൊരു പ്രൊസീജിയറിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് എല്ലാവർക്കും മാനസികമായിട്ടുള്ള ഒരു പിന്തുണ നൽകിക്കൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള അംഗീകാരം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രേഡിംഗ് സിസ്റ്റമൊക്കെ ഗവൺമെൻറ് നടത്തി പോരുന്നത്. ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ സുജീഷ്, നടരാജൻ, മണികണ്ഠൻ, സുനിൽ കുമാർ, പൂവിളി സാംസ്കാരിക വേദി സെക്രട്ടറി സുനിൽ കുമാർ, വിനു, വിനീത, ഷീബ ആനന്ദ് എന്നിവർ സംസാരിച്ചു. NC News, എടപ്പാൾ.